ഈശ്വരാ, ഇയാൾ എവിടെയും വലിഞ്ഞു കയറി വന്നോ? ഇനി 4 എണ്ണം പറഞ്ഞിട്ട് തന്നെ കാര്യം. ഹലോ, എങ്ങോട്ടാ? ഞാൻ അമൃതമോളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കാൻ വന്നതാണ്. ഇദ്ദേഹത്തിന് ഇവിടെ ആരെങ്കിലും ക്ഷണിച്ചായിരുന്നോ? ക്ഷണിക്കാത്ത കല്യാണത്തിന് സദ്യയുണ്ണാൻ വലിഞ്ഞേറി വരുന്നവനല്ല ഈ സോമനാഥൻ. വേണ്ടപ്പെട്ടവർ ക്ഷണിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. ഓഹോ, കലാവതി നിങ്ങളെ ക്ഷണിച്ചോ? ആർക്ക് വേണം അവളുടെ ക്ഷണം? പിന്നെ നിങ്ങളെ ആരാ ക്ഷണിച്ചത്? എന്നെ ക്ഷണിച്ചയാൾ ദാ വരുന്നു. അങ്കിള് വന്നിട്ട് ഒരുപാട് നേരമായോ? ദേ കേട്ടല്ലോ, ആരും ക്ഷണിക്കാതെ വലിഞ്ഞേറി വന്നവനല്ല ഈ സോമനാഥൻ എന്ന് മനസ്സിലായല്ലോ. മോളാണോ ഇയാളെ ക്ഷണിച്ചത്? അതെ അപ്പച്ചി, ഞാൻ തന്നെയാ വിളിച്ചേ. വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ടിരിക്കരുതെന്ന നമ്മുടെ കലയമ്മയുടെ നിലപാടാ ഇപ്പൊ എനിക്കും. വേലിയിലിരിക്കുന്ന പാമ്പായ ഇയാള് നീ തന്നെ അനുഭവിച്ചോ? അവള് പോട്ടെ മോളെ. ഇതാ അങ്കിളിന്റെ ഒരു പ്രണയ സമ്മാനം. താങ്ക് യു അങ്കിൾ, താങ്ക് യു സോ മച്ച്. വിത്ത് പ്ലഷർ. അങ്കിളിന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. മോൾ എന്നെ വിളിച്ചതുകൊണ്ടാ അങ്കിൾ വന്നത്. ഒരുപാട് കാര്യങ്ങൾ അങ്കിളിന് മോളോട് സംസാരിക്കാനുണ്ട്. എത്ര കാലമായി അങ്കിൾ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഇഷ്ടമാണെന്നറിയാമോ? ബർത്ത്ഡേ പാർട്ടി കഴിയട്ടെ അങ്കിൾ, നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. മതി, എനിക്കൊരു തിരക്കുമില്ല. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കാം. എന്നാ പിന്നെ ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ? ആയിക്കോട്ടെ. മോളെ, ഐ ലവ് യു. അവളുടെ ഒരു നാണം. ഓയ്യോ, നീനുവിനെ സാരി കണ്ട പ്രായം തോന്നേയില്ല. വാ ചേച്ചി, നമുക്ക് അശ്വതി പറ്റി പറയാൻ പറ്റൂ. അശ്വതി ചേറ്റുപോയി, ഏറ്റില്ല. അഖില, അശ്വതി, ഞാൻ വന്നപ്പോഴേ പറയണമെന്ന് വിചാരിച്ചു. അശ്വതിയുടെ ഡ്രസ്സ് നന്നായിരിക്കുന്നു, നല്ല ഭംഗിയുണ്ട്. അപ്പൊ നിങ്ങളോ? അനക്ക ചേച്ചിക്ക് സാരി നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ ഈ ഇരട്ട സുന്ദരികളുടെ കാര്യം പറയണ്ടല്ലോ. ഭഗവാനെ, ഇത് വെറും പഞ്ചരക്തമല്ല, രക്തഖനിയാണ്. എങ്ങനെങ്കിലും ഇതിനകത്തൊന്ന് കേറി പറ്റാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു തകർക്കും. എന്നാലും ലീവ് എടുത്ത് പോയി സിസിലി ചേട്ടത്തി എന്തിനാ തിരിച്ചു വന്നത്? നിങ്ങൾ അടുക്കളയിൽ വെച്ച് കണ്ടത് സിസിലി ചേട്ടത്തി തന്നെയാണെന്ന് ഉറപ്പാണോ? അതേന്നെ, ഞാൻ വിളിച്ചപ്പോഴേക്കും അവിടുന്ന് ഓടിപ്പോയി. സിസിലി ചേച്ചിയുടെ കാര്യം അവിടെ നിക്കട്ടെ. മോതിരം മാറൽ ചടങ്ങിന്റെ കാര്യം എന്തായി? മോതിരം മാറല്ലോ? ആരുടെ പ്ലാൻ എന്താന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. കേക്ക് കട്ടിങ് കഴിഞ്ഞ് അതെല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ശ്യാമളപ്പച്ചി ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇവളെന്ത് തേങ്ങയാ പറയുന്നത്? ശ്യാമള എന്ത് പ്രഖ്യാപിക്കാൻ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.